നിക്ഷേപങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കവരും TCS, ഇൻഫോസിസ്, വിപ്രോ എന്നിവയിൽ ചർച്ചകൾ അവസാനിപ്പിക്കാറാണ് പതിവ്. അവ വലിയ കമ്പനികളും സുരക്ഷിത നിക്ഷേപങ്ങളുമായതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ 2026 യഥാർത്ഥ വിപ്ലവം നടക്കുന്നത് ഈ വമ്പന്മാർക്ക് താഴെയുള്ള ചില കമ്പനികളിലാണ്. അവിടെ AI എന്നത് വാർഷിക റിപ്പോർട്ടിലെ വെറും ഒരു വാചകം മാത്രമല്ല, മറിച്ച് ആ കമ്പനികളുടെ പ്രധാന ഉൽപ്പന്നവും വരുമാന സ്രോതസ്സുമാണ്. റീറ്റെയിൽ നിക്ഷേപകർ വേണ്ടത്ര ശ്രദ്ധ നൽകാത്ത AI മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ചില ഇന്ത്യൻ കമ്പനികളെ പരിചയപ്പെടാം. ഈ പട്ടികയിലെ ആദ്യത്തെ കമ്പനി ഫ്രാക്ടൽ അനലിറ്റിക്സ് ആണ്. AI മേഖലയിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടതും എന്നാൽ വലിയ സാധ്യതകൾ ഉള്ളതുമായ പേരാണ് ഫ്രാക്ടൽ അനലിറ്റിക്സ്. 2026 മെയ് മാസത്തെ കണക്കനുസരിച്ച് ഏകദേശം 921 രൂപ ഓഹരി വിലയും 15,835 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുമുള്ള ഈ കമ്പനി അടുത്തിടെയാണ് NSE ലിസ്റ്റ് ചെയ്തത്. പരമ്പരാഗത IT സേവനങ്ങളുടെ ഭാരമില്ലാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില പ്യുവർ പ്ലേ എന്റർപ്രൈസ് AI കമ്പനികളിലൊന്നാണിത്. കോഗ്നിറ്റിക്, ഫ്രാക്ടൽ ആൽഫ എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെയും സപ്ലൈ ചെയിൻ, റിസ്ക് മാനേജ്മെന്റ് എന്നിവയ്ക്കായുള്ള മെഷീൻ ലേണിംഗ് സൊല്യൂഷനുകളിലൂടെയും വൻകിട ആഗോള കമ്പനികളെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ സഹായിക്കുന്നു. സിറ്റി ബാങ്ക്, കോസ്കോ, നെസ്ലെ, മോണ്ടലസ്, മാർസ് തുടങ്ങി 122ഓളം ഫോർച്യൂൺ 500 കമ്പനികളാണ് ഇവരുടെ ഉപഭോക്താക്കൾ. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 19% വർദ്ധിച്ച് 3,300 കോടി രൂപയായി. 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ കമ്പനിയുടെ ലാഭം മുൻവർഷത്തെ അപേക്ഷിച്ച് 115% വർദ്ധിച്ച് 117 കോടി രൂപയുമായി. ഈ മികച്ച പ്രകടനം കണക്കിലെടുത്ത് പ്രമുഖ ആഗോള നിക്ഷേപ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി 964 രൂപ ലക്ഷ്യവില നിശ്ചയിച്ച് കമ്പനിക്ക് ഓവർവെയ്റ്റ് റേറ്റിംഗ് നൽകിയിരുന്നു. AI അധിഷ്ഠിത വളർച്ചയും മെച്ചപ്പെടുന്ന ലാഭവിഹിതവുമാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടിയത്. ഗോൾഡ്മാൻ സാക്സും അടുത്തിടെ ഈ ഓഹരിയിൽ നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലുപരി നിലവിലുണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം തിരിച്ചടച്ച ഫ്രാക്ടൽ അനലിറ്റിക്സ് ഇപ്പോൾ പൂർണ്ണമായും ഒരു കടരഹിത കമ്പനിയായി മാറിയിരിക്കുന്നു എന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ഫ്രാക്ടൽ അനലിറ്റിക്സിന്റെ നിലവിലെ സാമ്പത്തിക സൂചകങ്ങൾ കമ്പനിയുടെ ശക്തമായ വളർച്ചാ സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി PE ആയ 20 ടൈംസിനേക്കാൾ ഉയർന്ന 52 ടൈംസ് സ്റ്റോക്ക് PE ഈ ഓഹരിക്കുണ്ട് എന്നത് നിക്ഷേപകർക്ക് കമ്പനിയുടെ ഭാവിയിലുള്ള വലിയ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 30.5% വിൽപ്പന വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചു. കൂടാതെ ROCE 12%, ROE 12.2% എന്നിവ ആരോഗ്യകരമായ നിലയിൽ തുടരുന്നുണ്ട്. കമ്പനിയുടെ പെഗ് റേഷ്യോ 0.98 ആണെന്നത് ശ്രദ്ധേയമാണ്. ഓഹരി വില അതിന്റെ ആദായ വളർച്ചയ്ക്ക് ആനുപാതികമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ കമ്പനി ആഫിൽ ഇന്ത്യയാണ്. ഡിജിറ്റൽ പരസ്യ മേഖലയിലെ ഒരു മുൻനിര AI കമ്പനിയാണിത്. വെറും ഒരു ആഡ്ടെക് കമ്പനി എന്നതിലുപരി ഉപഭോക്തൃ പെരുമാറ്റം നിരന്തരം വിശകലനം ചെയ്യുന്ന ഒരു AI എഞ്ചിനാണ് ഈ പ്ലാറ്റ്ഫോമിനെ നയിക്കുന്നത്. 2026 മെയ് മാസത്തെ കണക്കനുസരിച്ച് ഏകദേശം 1,506 രൂപ ഓഹരി വിലയും 21,208 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുമുള്ള ഈ കമ്പനി തങ്ങളുടെ കൺസ്യൂമർ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിലൂടെ കൃത്യമായ ഉപഭോക്താക്കളിലേക്ക് പരസ്യങ്ങൾ എത്തിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 19.5% വർദ്ധിച്ച് 2,709 കോടി രൂപയായി. ശ്രദ്ധേയമായ കാര്യം കമ്പനി ഇപ്പോൾ പൂർണ്ണമായും ഡെപ്റ്റ് ഫ്രീ ആണെന്നുള്ളതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 4ാം പാദത്തിൽ മികച്ച ലാഭക്ഷമത പ്രകടിപ്പിച്ച കമ്പനിയുടെ മൊത്തം കൺവേർഷനുകൾ ഗണ്യമായി വർദ്ധിച്ചു. നിലവിൽ 44 ടൈംസ് PE നിരക്കിൽ വ്യാപാരം നടത്തുന്ന ഓഹരി അതിന്റെ ഉയർന്ന വിലയായ 2,120 രൂപയിൽ നിന്ന് താഴേക്ക് വന്നതിനാൽ നിക്ഷേപകർക്ക് ആകർഷകമായ ഒരു അവസരമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ സാന്നിധ്യമുള്ള ഈ കമ്പനിയുടെ വളർച്ചയിൽ AI ഒരു പ്രധാന ഘടകമാണ്. ഇന്ത്യൻ AI ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്മോൾ ക്യാപ് കമ്പനിയായ E2E നെറ്റ്വർക്ക്സ് ആണ് അടുത്തത്. 2026 മെയ് പകുതിയോടെ ഏകദേശം 3,116 രൂപ ഓഹരി വിലയും 6,407 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുമുള്ള ഈ കമ്പനി ആഭ്യന്തര ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. AWS, Azure തുടങ്ങിയ ആഗോള ഭീമന്മാർക്ക് പകരം കുറഞ്ഞ ചിലവിലും വേഗതയിലും പ്രാദേശികമായി ഡാറ്റ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭങ്ങൾക്കുമാണ് ഇവ മുൻഗണന നൽകുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 49.8% വർദ്ധിച്ച് 245.6 കോടി രൂപയായി. പ്രത്യേകിച്ച് 2025 മാർച്ചിലെ 11.2 കോടി രൂപയിൽ നിന്നും 2026 മാർച്ചിൽ പ്രതിമാസ വരുമാനം 37.4 കോടി രൂപയായി ഉയർന്നു. അതായത് 3 ഇരട്ടി വർദ്ധിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വൻതോതിലുള്ള നിക്ഷേപം നടത്തുന്നതിനാൽ നിലവിൽ കമ്പനി അറ്റാദായത്തിൽ നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ EBITDA മാർജിൻ 60.7 എന്ന മികച്ച നിലയിലാണ്. 2026 ഏപ്രിലിൽ ഒരു അമേരിക്കൻ AI പ്രൊവൈഡറുമായി ഒപ്പിട്ട $7.7 ദശലക്ഷം കരാർ കമ്പനിയുടെ വളർച്ചാ സാധ്യതകളെ അടിവരയിടുന്നുണ്ട്. ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി അടുത്തിടെ സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ള നിക്ഷേപകർക്ക് ഇന്ത്യൻ AI ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവത്തിൽ പങ്കാളികളാകാൻ പറ്റിയ മികച്ചൊരു ഓഹരിയാണിത്. സ്മോൾ ക്യാപ് കമ്പനി എന്ന നിലയിൽ ഇതിൽ വലിയ തോതിലുള്ള വില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 1833 രൂപ മുതൽ 3894 രൂപ വരെയുള്ള ഇതിന്റെ 52 ആഴ്ചയിലെ വില വ്യത്യാസം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഡാറ്റ അനലിറ്റിക്സ് AI മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനിയാണ് ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ്. 2026 മെയ് പകുതിയോടെ ഏകദേശം 475 രൂപ ഓഹരി വിലയും 9785 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുമുള്ള ഈ കമ്പനി അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വിദേശ വിപണികളിലെ വൻകിട കമ്പനികൾക്ക് വേണ്ടിയാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. വെറും ഒരു IT സർവീസ് കമ്പനി എന്നതിലുപരി സപ്ലൈ ചെയിൻ അനലിറ്റിക്സ്, മാർക്കറ്റിംഗ് അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ സങ്കീർണമായ ഡാറ്റ ജോലികളിലാണ് വൈദഗ്ധ്യം തെളിയിച്ചിരിക്കുന്നത്. നിലവിൽ ഓഹരി വില അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന നിരക്കായ 567 രൂപയിൽ നിന്നും താഴെയാണെങ്കിലും കമ്പനിയുടെ ലാഭക്ഷമതയും ഡെറ്റ് ഫ്രീ അവസ്ഥയും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഏകദേശം 34 ടൈംസ് PE എന്ന പ്രീമിയം നിരക്കിലാണ് ഓഹരി വ്യാപാരം നടത്തുന്നത്. എങ്കിലും വരും വർഷങ്ങളിൽ ഓഹരി വില 600 രൂപ വരെ ഉയരാമെന്ന് വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടലുണ്ട്. വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ AI മേഖലയിൽ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച ഓഹരി കൂടിയാണിത്. 2026 ഇന്ത്യൻ ഓഹരി വിപണിയിൽ AI നിക്ഷേപം എന്നത് വെറും ഒരു ട്രെൻഡ് എന്നതിലുപരി വ്യക്തമായ വരുമാനം നൽകുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. TCS, ഇൻഫോസിസ് പോലുള്ള വമ്പൻ കമ്പനികൾക്കപ്പുറം AI തങ്ങളുടെ ബിസിനസിന്റെ കാതലായി കാണുന്ന ഫ്രാക്ടൽ അനലിറ്റിക്സ്, ആഫിൽ ഇന്ത്യ, E2E നെറ്റ്വർക്ക്സ്, ലേറ്റന്റ് വ്യൂ തുടങ്ങിയ കമ്പനികൾ നിക്ഷേപകർക്ക് വ്യത്യസ്തമായ അവസരങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വൈവിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് AI കമ്പനികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഗുണകരമായിരിക്കും.